ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓർത്ത് കുറേ നാളായാലും വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് രാവിലെ എഴുന്നേറ്റ് വെള്ളമൊഴിക്കൽ പരിപാടി, ചെടികൾക്കൊക്കെ അതുപോലെ തന്നെ പക്ഷിക്ക് അരി കൊടുക്കലും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് ഞാൻ എന്തായാലും ഇതുപോലെ ഒന്ന് വന്ന് നിങ്ങളോടൊന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾക്കിനി കിച്ചണിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കിച്ചണിൽ കയറി ഒന്ന് ചൂടുവെള്ളം ഒന്ന് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. അത് താഴെ വീണു, ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കുവാണ്. ഇതിപ്പോൾ അപ്പം കടലക്കറി ആയതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാത്തത്, നേരത്തെ കാണിച്ചതാണല്ലോ. പിന്നെ ഇപ്പോൾ കുറച്ച് പുതിന ഒന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് വന്നതാണ്. ഇതിപ്പോൾ കുറേ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ നന്നായിട്ട് വളരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾക്ക് ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതെല്ലാം പറിച്ച് വെച്ച് കഴിയുമ്പം ഉണ്ടാക്കാമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ആ സമയത്ത് പോയിട്ട് പറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്തൊരു ചെറിയ പൂ പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്നില്ല. ഇതെന്താ വരാമെന്ന് നോക്കാമല്ലോ. ഞാൻ ഇതുവരെ പുതിനയിലെ പൂവൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ അതേ കിട്ടുള്ളേ, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു തൈര് പച്ചടി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, കറിവേപ്പില ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അതിപ്പം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പാക്കറ്റോടെ എടുത്തതാണ്. ഇത്രേ കിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണി പെറുക്കിയിട്ട് എല്ലാത്തിലും ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് കണ്ടിട്ട് ഇതാണോ ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും, അത്രയും ഒരു ഈസിയാണ്. പക്ഷേ ശരിക്കും ഇതൊരു നാടൻ ടച്ചുള്ള, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു മോര് ഇതാണ്. മോര് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് തരുന്നതാണ്. അപ്പം അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേ കൂർക്കയൊക്കെ ഞാനൊന്ന്, ഇത് തണുപ്പുള്ളതുകൊണ്ടൊന്ന് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇത് ഓൾറെഡി അരിഞ്ഞിട്ടാണ് കിട്ടുക, പക്ഷേ നമ്മളത് കുറച്ചുകൂടെ നീളത്തിലായിരിക്കും. അപ്പം ചെറുതായിട്ട് അരിയുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് എല്ലാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഈ വെള്ളത്തോടെ ഒന്ന് വേവിക്കാം. ഇത് വേവിച്ചതാണ് കേട്ടോ, അത് ആ പാക്കറ്റിൽ കിട്ടുമ്പോഴേ വേവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇത് അടുപ്പിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട്, ഇതിൽ ഉപ്പുണ്ടാവില്ല, അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ചോറ് നമ്മൾക്ക് അവിടെ വെന്തിട്ടുണ്ട്, ഇപ്പം നേരത്തെ വെച്ചതാണ്. അപ്പോൾ ഇനി അത് ഊറ്റലാണ് അടുത്ത പണി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും ചെടികളൊക്കെ കുറച്ച് വീണ് കിടക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഇപ്പം ശരിക്കും 38 ഡിഗ്രി ആയിരുന്നു ഇന്നിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. നല്ല കാലൊക്കെ താഴെ ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് ചട്ടിയൊക്കെ ഒന്ന് വീണ് കിടക്കുക. കാരണം ഇത് ഇപ്പം വെള്ളമൊന്നുമില്ല ഇതിനകത്ത്, അതുകൊണ്ട് അങ്ങ് കാറ്റ് ചെറുതായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ താഴെ വീണ് കിടക്കുകയായിരുന്നു. 2-3 ഇങ്ങനെ വീണ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. വ്ളോഗ് എടുക്കുമ്പോഴാണെങ്കിൽ ഇന്ന് ഭയങ്കര ചൂടാണ്. ഇത്രയും നാളുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ചൂട് ഇന്നാണെന്ന് തോന്നും. അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ ഓർത്ത് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം സബ്ജ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുവാണേ. ഇതിപ്പോൾ ഞാനിതെന്താ കാണിക്കുന്നത്, കൊട്ടിക്കൊണ്ടേ അതിനകത്ത് ഒരെണ്ണം എങ്ങാണ്ട് മൂടിക്കകത്തുണ്ട്, അതിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഇനി ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ. അപ്പം ഇതിങ്ങനെ കുതിർന്നതിന് ശേഷം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതല്ലേ, അപ്പം അതുകൊണ്ടാണ്. ഈ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ തൊലി കളയരുത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്ത് നാരങ്ങ വേസ്റ്റ് ആവില്ല. നാരങ്ങയുടെ നീരും എടുക്കാം, തൊലി നമ്മൾക്ക് അച്ചാറും ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾക്ക് പക്ഷേ എന്ന് നാരങ്ങ പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് എടുത്ത് വെക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരുമിച്ച് ഒരുപാട് നാരങ്ങ നമ്മൾ വെള്ളം പിഴിഞ്ഞ് എടുക്കില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരുപാടാവുമ്പം നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ നാരങ്ങ വെള്ളത്തിൽ ഈ ബ്രൗൺ പഞ്ചസാരയാണ് ഇടുന്നത്, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഉപ്പിട്ട് കഴിയുമ്പോൾ കുറച്ച് നല്ല ഗ്ലൂക്കോസ് പോലെ ആവുമെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. ഇനി നമ്മൾക്ക് കൂർക്കുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കുക. ഇത് കണ്ടോ, ഇത്രയും വലിയ ഉള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വെക്കാൻ പറ്റില്ല, നമ്മൾക്കിത് കുറച്ച് കുറച്ചായിട്ട് അരിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം അരിഞ്ഞ് മാറ്റിയിട്ടുള്ളൂ, അത് തന്നെ ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് തൈരിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി, കുഞ്ഞുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷമാണ് പിന്നെ അരിഞ്ഞെടുക്കുന്നത്. നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിയണം, അപ്പോഴേ ശരിക്കും തൈരിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റും, അത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. വലുതാക്കിയിട്ടൊക്കെയാണ് അരിയുന്നതെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നില്ല, ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി കളയും. അപ്പോൾ ഏറ്റവും ചെറുതാക്കിയിട്ട് എങ്ങനെ അരിയാൻ പറ്റുമോ അതേപോലെ തന്നെ അത്രയും ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതേ കറിവേപ്പില കണ്ടോ, അത് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. വലിയ കറിവേപ്പില ആയതുകൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുമല്ലോ, അതുകൊണ്ട് കൂടെയാണ്. അപ്പോൾ ഇതേ തൈര് സാധാരണ തൈര് എടുത്തിട്ടൊന്ന് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പം ഫോക്ക് വെച്ചിട്ടൊന്ന് ചുമ്മാ ഒന്ന് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, സംഭാരമൊക്കെ പോലെ ആവരുത്, കുറച്ച് തിക്കായിട്ട് വേണം, നമ്മൾ ചോറിലൊഴിച്ച് കഴിക്കാനല്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എല്ലാം ഇട്ടു, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് കുറച്ചുകൂടെ കുറവുള്ളതുകൊണ്ട് രണ്ടാമത് ഇട്ടു. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. കണ്ടു, ശരിക്കും സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോഴേക്കും കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ഉപ്പേരി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിപ്പം മറ്റ് തവിടെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് കടുകും ഉള്ളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ഇടാൻ പോകുന്നത് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ, അതാണ് ഇടുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് മാത്രമായിട്ടുള്ള ഉപ്പിടുക. പിന്നെ ഇത് സാമ്പാർ പൊടിയാണ്, ഇത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. ഇതെനിക്ക് സാമ്പാർ പൊടിയൊക്കെ നമ്മൾ ഉപ്പേരിയിൽ ഇടാമെന്നുള്ളത് പറഞ്ഞു തന്നത് ഇവിടെ വന്നതിന് ശേഷം ഏട്ടൻ്റെ ഒരു കൊളീഗുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പം ഇങ്ങനെ പറഞ്ഞു തന്നെയാണ്, ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നേ. പിന്നെ ഞാൻ ഇതിലോട്ട് ഇപ്പം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടാണ് പിന്നെ കൂർക്ക ചേർക്കുന്നത്. ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കൂർക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ. ഇനി നമ്മൾക്ക് മാങ്ങ ഉപ്പിലിട്ടതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള വേറെ വിഭവം എന്ന് പറയുന്നത്. ശരിക്കും തനി നാടൻ ലഞ്ചാണ് ഇത്. അപ്പം ഇത് ഞാൻ പൈനാപ്പിൾ നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നോ, പൈനാപ്പിൾ ഉണ്ടാക്കിയ കുപ്പിയിൽ പൈനാപ്പിൾ പെട്ടെന്ന് തീർന്നു പോയേ, അന്നത്തെ ദിവസം തന്നെ തീർന്നു. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്നത്തെ ദിവസം തന്നെ എല്ലാം തീർന്നതുകൊണ്ട് അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ കളയണ്ടല്ലോ, ഇത്തിരി 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് മാങ്ങ കിട്ടിയപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോഴത്തേ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വിളമ്പിയിട്ട് കഴിക്കാം. ഇതിപ്പം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണവും കഴിച്ചായിരുന്നു. ഇന്ന് പതിവിൽ നേരത്തെ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്, നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, പതയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടുന്നതിനുള്ള റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും ആർക്കും വിശ്വാസം ഉണ്ടാവില്ല നമ്മൾക്ക് അരി ഉഴുന്ന് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അത് മിക്സിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക ശരിക്കും. പിന്നെ ഇത് 4 മണിക്കൂർ വെച്ചതിന് ശേഷം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വന്നത് ബീൻസൊക്കെ വന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, കുറച്ച് ബീൻസ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലോട്ടും ഒക്കെ ഉണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ.
നല്ലതായിട്ട് അത് വന്ന് കാണുമ്പോൾ നല്ലൊരു സന്തോഷം. ശരിക്കും ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് ഒരെണ്ണം ആണെങ്കിൽ കൂടെ അതൊരു പ്രത്യേക അതിനൊരു ടേസ്റ്റ് ആയിരിക്കും ശരിക്കും അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ. അപ്പം ഒരുപാട് ചിലപ്പോൾ ഉപ്പേരി വെക്കാനുള്ളതൊന്നും കിട്ടില്ല, എന്നാലും സാമ്പാറിലൊക്കെ ഇടാമല്ലോ, അല്ലെങ്കിൽ ബീൻസ് കൊണ്ടൊക്കെ ഇങ്ങനെ സാമ്പാറായിട്ട് ഉണ്ടാക്കാം. അപ്പം പിന്നെ ഇത് ഞാനിങ്ങനെ ഒരു കോല് വെച്ചിട്ട് അതിലോട്ട് പടർത്തി വിടുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് കോലിലോട്ട് പടർന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പം അതിലോട്ട് പടർത്തി വിടുകയാണ്. പിന്നെ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിലോട്ടാണ് പടരുന്നത്. അടുത്തത് നമ്മുടെ കൃഷിയിലെ ഒരു വിഭവമാണ് വെള്ളരിക്ക. അത് കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ, കുഞ്ഞു വെള്ളരിക്ക ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഉരുണ്ടിട്ടാണ് വരുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. ഇത് വെള്ളരിക്ക നമ്മൾ സാലഡ് വെള്ളരിക്കയാണ്. പിന്നെ അതേ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നേരത്തേതിലും വെച്ചിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം, ശരിക്കും കുഞ്ഞു കുഞ്ഞു ചെടികളായിരുന്നു, പെട്ടെന്ന് തന്നെ വളർന്നത്. അടുത്ത വെള്ളരിക്ക ഇതുപോലെ 2 ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി ചെടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് പുതിന നമ്മൾ മറ്റേ വെള്ളത്തിലിട്ട് വെച്ചില്ലായിരുന്നോ, അത് ഞാൻ എന്നും വെള്ളം മാറ്റി ഒരു ഇച്ചിരി മടിയായതുകൊണ്ട് മണ്ണിലോട്ടൊന്ന് മാറ്റിയതാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും കുറച്ച് വാടിയിട്ടുണ്ട്. പിന്നെ അത് ക്യാരറ്റ് വെച്ച ചെടിയായിരുന്നേ, പക്ഷേ ക്യാരറ്റ് അത് പോയി. ശരിക്കും ഒരു 2-3 ഇഞ്ച് വളർന്നപ്പോഴത്തേക്കും അത് തനിയെ ഉണങ്ങിപ്പോയി. അതെന്താ കാരണം എന്നറിയില്ല, ചിലപ്പം ഇച്ചിരി മണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് ചെടി ഇത് അണ്ണാനിരിപ്പുണ്ട് കണ്ടോ, ആ അണ്ണാൻ വന്നിട്ട് നന്നായിട്ട് അതിനെ പറിച്ചെടുത്ത് താഴോട്ടിട്ടു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു ദിവസം രാത്രി അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അണ്ണാനൊക്കെ വരും, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പം പിന്നെ ഈവനിങ് ആയപ്പം ഒന്ന് ചെടികളൊക്കെ നനയ്ക്കും ഒക്കെയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.